ഗ്രാമീണ ജീവിതത്തിന്റെ ഹൃദയത്തുടിപ്പാണ് അംഗനവാടികൾ. കുരുന്നുകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചും അമ്മമാർക്ക് താങ്ങും തണലായുമെല്ലാം പ്രവർത്തിക്കുന്നവരാണ് അംഗനവാടി വർക്കേഴ്സ്. എന്നാൽ പുറമേ കാണുന്ന തിളക്കങ്ങൾക്കപ്പുറം വലിയ വെല്ലുവിളികളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അംഗനവാടിയിലെ തൊഴിൽ സാഹചര്യങ്ങളെക്കുറിച്ചും അവരുടെ അനുഭവങ്ങളെക്കുറിച്ചും നമ്മളോട് സംസാരിക്കാൻ ഒരു അംഗനവാടി വർക്കറായ ബുഷ്റത്ത് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. അവരെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഈശ്വരൻ്റെ രക്ഷയും സമാധാനവും എല്ലാവരിലും ഉണ്ടാവട്ടെ. അംഗൻവാടി വർക്കർ പറഞ്ഞു, എൻ്റെ പേര് ബുഷ്റത്ത്. ഒരു അംഗൻവാടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മുടെ ഇന്നത്തെ കുഞ്ഞുങ്ങളെല്ലാം ടെക്നോളജിയിലാണ്, 2K കിഡാണ്. അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പറയാതെ തന്നെ അറിയാം എല്ലാവർക്കും. അപ്പോൾ ആ 2K കിഡിനെ ഞങ്ങളിങ്ങനെ കുഴപ്പമില്ല, അൽഹംദുലില്ലാ, കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകുന്നു. സ്മാർട്ടാണ് അംഗൻവാടി കേട്ടോ. പക്ഷേ അംഗൻവാടി വർക്കേഴ്സിൻ്റെ ശമ്പളം സ്മാർട്ടല്ലേ, അതെല്ലാവർക്കും അറിയാമല്ലോ എത്രയാണെന്നുള്ളതും. അപ്പോൾ അതൊന്നുമില്ല. പക്ഷേ അൽഹംദുലില്ലാ വളരെ സന്തോഷം. ശമ്പളം കുറവാണെങ്കിലും ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതായത് അംഗൻവാടി എന്ന് പറയുമ്പോൾ അറിയാം, 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ, പിന്നെ അത് അംഗൻവാടിയിൽ വരുന്ന കുട്ടികൾ, അതിനുശേഷം 10 തൊട്ട് 19 വയസ്സിലുള്ള പെൺകുട്ടികൾ, ആ വർണ്ണക്കൂട്ട് ഏതെങ്കിലും കുഞ്ഞുങ്ങളെ പെൺകുട്ടികളുള്ള അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. ആ പെൺകുഞ്ഞിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഗർഭിണിയായിരിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ, അത് പ്രസവിച്ചു മുലയൂട്ടുന്ന അമ്മമാർ 6 മാസം വരെ, അതിനുശേഷം ആ കുഞ്ഞുങ്ങൾ 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും, ഇതൊക്കെ ഇത്രയും കാറ്റഗറിയിലുള്ള ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ ടീച്ചർമാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരാറുണ്ട് ഇല്ലേ, അറിയോ? ഏകദേശം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഒരു ഫേസ് ക്യാപ്ചറിംഗ് എന്ന് പറഞ്ഞിട്ട് ശരിക്കും എന്താ പറയുക, ഭൂമിയുടെ സൂര്യൻ്റെ താഴെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അംഗൻവാടി വർക്കേഴ്സിനെ കൊണ്ടാണ്. കാരണം ഇവർ ഇത് കൂടാതെ ഹൗസ് വിസിറ്റ് എന്നും പറഞ്ഞ് 3:30-ക്ക് ശേഷം ഒരു 5 മണി വരെ. എന്നാലും എന്താ പറയുക, വളരെ കുറഞ്ഞ ശമ്പളത്തിലും നമ്മുടെ പിന്നെ എന്താ പറയുക, ഓരോ ഭരണം മാറി വരുമ്പോഴും ഇപ്പം ശരിയാക്കി തരാം നമ്മുടെ പപ്പുചേട്ടൻ പറഞ്ഞ പോലെ എല്ലാ ഭരണകർത്താക്കളും പറയുന്നത് ഓരോ വർഷം മാറി വരുമ്പോഴും. പക്ഷേ ഇതുവരെ ആയിട്ടില്ല. പേപ്പറിൽ കാണുക ഓരോ മാസവും 500 രൂപ കൂടി 500 കൂടി. ഇപ്പം എല്ലാവരും പേരും 500 വർഷം കൂട്ടിക്കഴിഞ്ഞ് എത്ര രൂപ ഉണ്ടാവും, അതാണ് എല്ലാവരുടെയും. പക്ഷേ നിങ്ങളുടെ ശമ്പളം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, വലിയ ശമ്പളം ആയതുകൊണ്ടേ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, എന്നിരുന്നാലും വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഈ ജോലി ചെയ്യണത്. കാരണം കുഞ്ഞുങ്ങളുടെ കൂടെ കൂടുമ്പോൾ നമുക്ക് പ്രായം അറിയില്ല, വയസ്സ് എത്രയായാലും ആ പ്രായത്തിൽ നിൽക്കുമല്ലോ നമ്മൾ, അതുകൊണ്ടാണ് അതിഷ്ടമാണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു ഇതിൽ അതായത് നമ്മൾ വിചാരിക്കുന്നുണ്ടായി ഒറ്റയ്ക്കാണ് ഞാനും 2 പെൺകുട്ടികളാണ് വീട്ടിലുള്ളത്. അപ്പോൾ ഒറ്റയ്ക്ക് ഇത്രയും ഇതുകൊണ്ട് ശരിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഇത്രയും ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഇപ്പോൾ വരുമ്പോൾ എങ്ങനെ ചെയ്യും. പക്ഷേ നമ്മുടെ ഈ വുമൺ ജസ്റ്റിസ് മൂവ്മെൻറ്റിലെ സഹോദരിമാർ എന്നോടൊപ്പം ഉണ്ടെന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ട്. നമ്മളതുപോലെ തന്നെ നമ്മൾ എല്ലാ കുട്ടികളും ഇനി എനിക്ക് തളരില്ല, ഞാൻ ഇനി തളരയില്ല. പഠിച്ചു എന്താ പറയുക, അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു മാം. വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റിൻ്റെ സ്നേഹോപഹാര സമർപ്പണത്തിനായി സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീമതി റംല മമ്പാടിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ബുഷ്റത്ത് മാമിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു മാം.